മഞ്ഞപ്പട പാലക്കാട് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആദ്യം രജിസ്റ്റർ ചെയ്ത 64 പേരെ ഉൾക്കൊള്ളിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 16 ഗ്രൂപ്പുകളായി വിഭജിച്ച് നടന്ന മത്സരത്തിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തിയവർ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് നോക്കൌട്ട് മത്സരങ്ങളായിരുന്നു. സെമിഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ ഒഴികെ എല്ലാ മത്സരങ്ങളും ഓൺലൈനായിട്ടാണ് സംഘടിപ്പിച്ചത്. മത്സരത്തിലെ ചാമ്പ്യനായി സഫാൻ മാറി. ഫസ്റ്റ് റണ്ണറപ്പായി സിജുവും സെക്കൻഡ് റണ്ണറപ്പായി ആദിലും തിരഞ്ഞെടുക്കപ്പെട്ടു. മഞ്ഞപ്പടയുടെ പാലക്കാട് വിങ്ങിന്റെ വിങ് മീറ്റിംഗും നടന്നു. കഴിഞ്ഞ സീസണിലെ വിങ്ങിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന സീസണിലേക്കുള്ള ആക്ടിവിറ്റീസുകളെക്കുറിച്ചും ചടങ്ങിൽ സംസാരിച്ചു. മീറ്റിംഗിൽ കൂട്ടായ്മ പ്രസിഡന്റ് മുഫീദ്, സെക്രട്ടറി ഹബീബ്, ട്രഷറർ നിതീഷ് എന്നിവർക്കൊപ്പം സ്റ്റേറ്റ് കോർ റെപ്സായ രോഹിൽ, മിഥുൻ, അരുൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗും നടന്നു. നോർമലായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാലക്കാട് വിങ്ങിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. സോ പാലക്കാട് വിങ്ങിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒരെണ്ണല്ല, നമ്മുടെ പാലക്കാട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ ഓരോ ജില്ലയിലും അതായത് വിങ്ങുകൾക്കായിട്ട് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിനകത്ത് ലേഡീസിന് കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ. അതിനോടൊപ്പം കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, നോർത്ത് അങ്ങനെ പല വിങ്ങുകളിലായിട്ടും ഇന്ത്യക്ക് പുറത്ത് പല UAE അങ്ങനെ പല വിങ്ങുകളും ടോട്ടലായിട്ട് 33 വിങ്ങുകളാണ് മഞ്ഞപ്പടയ്ക്കുള്ളത്. അതിൽ നിന്നും 6 മാസത്തിലധികം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന നോർമൽ വിങ് മെമ്പേഴ്സിനെയാണ് അടുത്ത തലം എന്ന് പറയുന്ന എക്സിക്യൂട്ടീവിലേക്ക് കൊണ്ടുപോകുന്നത്. സോ എക്സിക്യൂട്ടീവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരൊരു മെമ്പർഷിപ്പ്, മഞ്ഞപ്പടയുടെ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് ഒരു ലെവൽ ഹയർ ആയിട്ട് മാറും. അതിനുശേഷം എക്സിക്യൂട്ടീവ് ലെവലിൽ 6 മാസം കൃത്യമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നവർ ഡിസ്ട്രിക്ട് കോറിലേക്ക് എത്തും. ആ ഡിസ്ട്രിക്ട് കോറും സെലക്ട് ചെയ്യപ്പെടുകയാണ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഓരോ വിങ്ങുകളിൽ നിന്നും 3 പേര് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 3 പേരെ അതിന്റെ ഏറ്റവും കുറച്ചുകൂടെ മേലെയുള്ള സ്റ്റേറ്റ് കോർ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഗ്ലോബൽ കോർ എന്ന് പറയുന്ന ലെവലിലേക്കാണ്